Hello, my dear students. Today, our topic is institutional support to entrepreneurs. Chapter number 2, page number 50. ആണ് നമ്മൾ പഠിക്കുന്നത്. That is institutional. What are the institutional supports available to the entrepreneur? We know that എന്താ നമുക്കറിയാൻ കാരണം നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് എന്താ പറയുക ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഓൺട്രപ്രണേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടു പ്രൊമോട്ട് MSME അതായത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും number of institutions are set up by the central level and state level governments. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സപ്പോർട്ടിങ് ഓൺട്രപ്രണേഴ്സ് ആൻഡ് MSME എന്നുള്ളതാണ് വി ആർ ഡിസ്കസിങ് ദിസ് സബ്ജക്റ്റ് അല്ലെ വി ആർ ഡിസ്കസിങ് ദിസ് ചാപ്റ്റർ. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വാട്ട് ആർ ദ റോൾ ഓഫ് എൻ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഹൗ ദി ഓൺട്രപ്രണർ പേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഇക്കോണമി ഓഫ് എൻ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ എങ്ങനെയാണ് ഇക്കോണമിയെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഇക്കോണമിയിൽ പ്ലേ ചെയ്യണമെന്ന് നമുക്ക് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചതെന്ന് നോക്കി നോക്കും. ഹൗ ദി ഓൺട്രപ്രണർ ഹെൽപ്പ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്സിന് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഒരു ഓൺട്രപ്രണർ എങ്ങനെയാണ് നമ്മളുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രിയിൽ വി ആർ സ്റ്റഡീഡ് ചെയ്ത് എത്ര പോയിൻറ്റ്സിൽ പഠിച്ചു. നമ്മൾ പേജ് നമ്പർ 18 ആ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതിൽ 18 നമ്മൾ പഠിച്ച പോയിൻറ്റിൽ 11 പോയിൻറ്റ് പറയുന്നുണ്ട്. ദി റോൾ ഓഫ് എൻ ഓൺട്രപ്രണർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. അത് ഏതൊക്കെയാണ്? ഇത് റെക്കോർഡിംഗ് ആയിട്ടില്ല, ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ആ റോൾ ഓഫ് എൻ ഓൺട്രപ്രണർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അത് ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടിങ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും, അതായത് നമ്മൾ GDP ഇൻക്രീസ് ചെയ്യാനും പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്? നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയൂ കേട്ടോ എന്നോട്, ആൻസർ പറയും. വാട്ട് ഈസ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫും സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇംപ്രൂവിങ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസിന് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇക്കണോമി അതുപോലെ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജ് സഹായിക്കുന്നുണ്ട്. നമ്മൾ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ് ആണെങ്കിൽ ഏത് റിസോഴ്സ് സഹായിക്കുന്നു. എക്സ്പോർട്ട് ഹാൻഡിക്രാഫ്റ്റിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആൻഡ് ബാലൻസ് റീജിയൻ ഗ്രോത്ത്. ഓക്കെ, ബാലൻസ് റീജിയൻ. ഇങ്ങനെ ഒരു എക്കോണമിയെ ഓൺട്രപ്രണർ കാരണം ഒരുപാട് അതായത് ഒരു ഓൺട്രപ്രണർ ഉണ്ടെങ്കിൽ ഇക്കോണമിക്ക് ബെനിഫിറ്റാണ്. സോ ഈ ഓൺട്രപ്രണറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആർ ക്രിയേറ്റ് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇതിലെ ആദ്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ കേരളവുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് അവിടെ എന്താണ് പരിപാടി, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം ഡയറക്ടറേറ്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഒരു മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനുമായി റിലേറ്റ് ചെയ്ത ഡിസിഷൻസ് എടുക്കണ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസിഷൻസ് എടുക്കണ ഒരു ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഒഫീഷ്യൽസ് എന്താണ്, ഏതൊക്കെയാണ് നമുക്ക് അവർ സൈറ്റിൽ പോയിട്ട് നോക്കാം. നമ്മൾ സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡോക്ടർ EP ജയരാജൻ ആണ്. മന്ത്രി EP ജയരാജനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹെഡ് ചെയ്യുന്ന ഹോണറബിൾ മിനിസ്റ്റർ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഈസ് ഹെഡഡ് ബൈ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ്. ദെൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്.
പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ്, അതായത് ഇൻഡസ്ട്രിയുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ഉണ്ട്. എപ്പോഴും പ്രിൻസിപ്പൽ സെക്രട്ടറീസ് IAS ഓഫീസേഴ്സ് ആയിരിക്കും കേട്ടോ. ഡോക്ടർ ഇളങ്കോവനാണ് ഡോക്ടർ ഇളങ്കോ IAS ആണ് അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഓക്കെ, ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രി പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഡയറക്ടർ ഇതിൻ്റെ വികാസ് ഭവൻ ട്രിവാൻഡ്രത്താണ് ഇൻഡസ്ട്രീസ് കൊമേഴ്സ് ഹെഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡിൽ വർക്ക് ചെയ്യുന്നത്, ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശ്രീ M രാജമാണിക്യം IAS. നമുക്കറിയാം രാജമാണിക്യം IASനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല. എറണാകുളത്തുള്ള IAS ഓഫീസർ, അങ്ങനെ കളക്ടറായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സിലെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഇങ്ങനെ പറയണത്, ഡയറക്ടറേറ്റ് ഓഫ് കൊയർ ആൻഡ് ഡയറക്ടർ ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ് CFC ഇൻഡസ്ട്രി സെൻറ്റർ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സിന് താഴെ ഡയറക്ടർ ഓഫ് DIC ഉണ്ടായിരിക്കും. DICക്ക് താഴെ താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡിസ്ട്രിക്ട് പ്രൊഫൈലാണെങ്കിൽ ജനറൽ മാനേജർ ആൻഡ് 2 മാനേജേഴ്സ് ഉണ്ട്. താലൂക്കിൽ ADIO, ബ്ലോക്കിൽ IEO എന്ന് പറയും. മാനേജർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ്. ഡീറ്റെയിൽ ഓഫ് ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് IAS ഒരു പോസ്റ്റ്, ഡയറക്ടർ ഓഫ് ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ് ഒരാൾ, ഡയറക്ടർ ഓഫ് കൊയർ ഡിപ്പാർട്ട്മെൻറ്റിൽ IAS ഒരാൾ, അഡീഷണൽ ഡയറക്ടർ 3 പേര്, ജോയിൻ്റ് ജനറൽ മാനേജർ 17 പേര്, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് 42 പേര്, ഡെപ്യൂട്ടി രജിസ്ട്രാർ 28 പേര്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ 10 പേര്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ 14 പേര്, അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് ഓഫീസർ 88 പേര്, ഫോർമാൻ 4 പേര്, അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ട് ഓഫീസർ 18 പേര്, സീനിയർ സൂപ്രണ്ടൻ്റ്, ഇങ്ങനെ 246 പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോ ഗസറ്റഡ് ഓഫീസേഴ്സായിട്ടും എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? 1401 പേര്. ഇത്രയും പേര് ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻഡസ്ട്രിയുടെ കീഴിൽ. നമുക്കറിയാം ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയണത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഈസ് ഹെഡഡ് ബൈ ദി ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ്. അഡ്മിനിസ്ട്രേഷൻ ഹെഡ് എന്ന് പറയുന്നത് അതായത് ഇൻഡസ്ട്രിയുടെ ചീഫ് സെക്രട്ടറി ആയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇളങ്കോവനാണ്. ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് വികാസ് ഭവൻ ട്രിവാൻഡ്രത്താണ്. അതിൻ്റെ ഹെഡഡ് ബൈ ദ ഡയറക്ടറാണ് ഇൻഡസ്ട്രീസ് ഓഫ് കൊമേഴ്സിൻ്റെ ഡയറക്ടർ. ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ഡീലിംഗ് വിത്ത് ഇംപ്ലിമെൻറ്റേഷൻ. അവരെന്താ ചെയ്യുന്നത്? വേരിയസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, അതായത് വേരിയസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിങ്, സ്പോൺസറിങ്, രജിസ്റ്ററിങ്, ഫിനാൻസിങ്, അഡ്വൈസ്, MSMEയെ സപ്പോർട്ട് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ MSME ആൻഡ് ഇൻഡസ്ട്രിയേറ്റ്, MSMEയിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ഇൻഡസ്ട്രി സെക്ടർ, സ്റ്റേറ്റിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെയും MSMEനെയും ഇൻഡസ്ട്രിയൽ പ്രൊമോഷനും സസ്റ്റൈനബിൾ നിലനിർത്തലാണ് ഇവരുടെ മെയിൻ ജോലി. ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഈസ് കൺട്രോളിങ് ഓഫീസ് ഓഫ് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. DICയെ കൺട്രോൾ ചെയ്യുന്നതാണ്. കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റിലും 14 DICs ഉണ്ട്. ആ 14 DICസിനെയും കൺട്രോൾ ചെയ്യുന്ന ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ്. കോമൺ ഫെസിലിറ്റി സർവീസ് അവരുടെ ചങ്ങനാശ്ശേരിയിൽ, മഞ്ചേരിയിൽ ഒരു ഓഫീസുണ്ട്. ഡോക്യുമെൻറ്റ് സെൻറ്റർ ഉണ്ട്. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അവരുടെ എന്താ പറയുക, എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്സ്, എന്ത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇൻഡസ്ട്രീസിനെ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് അവരുടെ ഈ ഇതിലുള്ളത്. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഒന്ന് നമ്മൾ നോക്കാം. അതിൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ ഉള്ളിൽ പോയപ്പോൾ എബൌട്ടിൽ പറയുന്നുണ്ട്, അല്ലെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, അതിൽ വിഷനും മിഷനും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വിഷനും മിഷനും പറയുമ്പോൾ അതായത് നമ്മൾ പറഞ്ഞു കൺട്രോളിങ് ഫോർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്രാൻസ്ഫോം കേരള ഇൻ ടു എ വൈബ്രൻറ്റ് ഓണ്ടർപ്രണർ സൊസൈറ്റി വിത്ത് ഫാസ്റ്റർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ഇൻ ഓർഡർ ടു അച്ചീവ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻ എവറി ഡൊമൈൻ. അതായത് കേരളത്തിലെ എന്താ പറയുക ഫാസ്റ്റായിട്ടും അത് എക്സ്ക്ലൂസീവ് അല്ല, എല്ലാ ഏരിയയിലും, അതായത് റൂറലും അർബണിലും ഒക്കെ ഡെവലപ്പ്
ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓൺട്രപ്രണറിയൽ സൊസൈറ്റീനെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കറിയാം, അതായത് സർവീസൊക്കെ ഹൈ ഇൻവേർഡ് റെമിറ്റൻസ് ഉണ്ടാവും. നമുക്ക് റെമിറ്റൻസ് നമ്മൾ കേരളത്തിലേക്ക് കാശ് ഉണ്ടാവാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഔട്ട്വേർഡ് റെമിറ്റൻസാണ്. ഇൻവേർഡ് റെമിറ്റൻസും സ്കിൽഡ് ടെക്നിക്കൽ ഹ്യൂമൻസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക. അതുപോലെ തന്നെ അവർ എൻ്റർപ്രൈസസ് ആക്കാൻ വേണ്ടി, അതുപോലെ സ്കിൽഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാക്കുക. അതായത് നമ്മുടെ സ്കിൽഡ് ഹ്യൂമൻ ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യലും, അതുപോലെ തന്നെ ടോട്ടൽ നമ്മളെ ഇക്കോണമി ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റിന് മൊത്തമായിട്ടുണ്ടാവുന്നു. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ് ഉണ്ടാവാൻ വേണ്ടിയുള്ള മേജർ ഒബ്ജക്റ്റീവ്സ് താഴെ ഒന്നുകൂടി പറയുന്നുണ്ട്. കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഇങ്ങനെ പഠിക്കുന്നത് നന്നായിരിക്കുന്നു. എനിക്കൊന്നും കൂടി നല്ലത്. കാരണം നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ബേസ് അല്ലാതെ അവർ സൈറ്റിൽ പോയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതാണ് കുറച്ചും കൂടി ഇൻഡസ്ട്രീസ് പഠിക്കാൻ ഏറ്റവും നല്ലത്. ടു പ്രൊമോട്ട് കേരള ആസ് എ പ്രൈം ഡെസ്റ്റിനേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. ഒരു കേരളത്തെ ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാക്കി മാറ്റുക. അതുപോലെ തന്നെ റീവാം കേരള ഇൻടു ഓൺട്രപ്രണറിയൽ സൊസൈറ്റി, അതായത് ഒരു ഓൺട്രപ്രണറിയൽ സ്റ്റേറ്റ് ആക്കിയിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾ സെക്ടറിൽ, അതായത് എസ്പെഷ്യലി അഗ്രോ പ്രോസസ്സിങ്, സർവീസ്, കൊമേഴ്സ് ആൻഡ് ന്യൂ എമർജിംഗ് സെക്ടറിൽ അതായത് ബെസ്റ്റ് ക്ലൈമറ്റ് അതായത് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ക്ലൈമറ്റ് ആക്കുക. അതുപോലെ തന്നെയാണ് മൈക്രോ ആൻഡ് സ്മോൾ, അതായത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ലോക്കൽ റിസോഴ്സസും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ സ്മോൾ ഓൺട്രപ്രണേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ വേജ് എംപ്ലോയിക്ക് പകരം ടു എൻകറേജ് എൻ്റർപ്രൈസസ് ഉണ്ടാക്കുക. അതായത് ക്രിയേറ്റ് എ പോളിസി ടു ഫ്രെയിംവർക്ക് എൻകറേജ് എൻ്റർപ്രൈസസ് എഗൻസ്റ്റ് വേജ് എംപ്ലോയിക്ക് പകരം അവരൊക്കെ ബിസിനസ്സിലേക്ക് എൻകറേജ് ചെയ്യുക. കോർഡിനൽ എൻവയോൺമെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, ലോക്കലി അവൈലബിൾ ആയ റിസോഴ്സസ് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ട് ബിസിനസ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ഫോറിൻ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസിലെ, അതായത് ഇൻഡസ്ട്രീസ് എംപ്ലോയ്മെൻറ്റ് നന്നായി ചെയ്യുന്നതാണ്.